ലോകം ഉറ്റുനോക്കുന്ന മണിക്കൂറുകളാണ്. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമണം തുടരുന്നു. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. തത്സമയ വാർത്ത നടക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استادیوم که شنیدید، صدای متجاوز به خاک وطن. മണിക്കൂറുകൾക്കകം IRINN ചാനൽ സംപ്രേഷണം പുനരാരംഭിക്കുകയും ചെയ്തു. آنچه که ملاحظه کردید، صدایی که شنیدید. صدا و سیمای جمهوری اسلامی ایران دیدیم نمونه بارز و آشکار مخالفت با آزادی بیان هستش. ساختمان خبر مورد هدف قرار نگرفت. آزادی بیان، صدای حقیقت، صدایی که صدای زنان، مردان و کودکانیه که در روزهای اخیر به شهادت رسیدند. ജിജിൻ ജയപാലുണ്ട് വിശദാംശങ്ങളുമായി. ജിജിൻ, സഖ്യകക്ഷികൾ എന്നതിൽ നിന്ന് ബദ്ധശത്രുക്കളിലേക്ക് മാറുന്ന കാഴ്ച ലോകം ഉറ്റുനോക്കുന്ന മണിക്കൂറുകളാണ്. യഥാർത്ഥത്തിൽ പോരടിക്കുന്നതിനും ഒരു മര്യാദയുണ്ട്. ഈ മര്യാദയുടെ സീമകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു പൊതു സംവിധാനത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണമാണ്. ഇനി എന്തായിരിക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതും ചർച്ചയാവുകയാണല്ലോ. അനുഷ്ഠ, നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ദൃശ്യങ്ങളാണ് അതിനുള്ള ഉത്തരം. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി പോയ 2 F-14 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതാ ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരു രാജ്യങ്ങളും മുതിരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇറാൻ ലക്ഷ്യമാക്കി പോയ F-14 വിമാനങ്ങൾ, അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഇസ്രായേൽ വ്യോമസേന തകർക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ടെഹ്റാനിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തെല്ലവീവിൽ മറുഭാഗത്ത് നിന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ തകർത്തുവെന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ പലയിടങ്ങളിലും ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഇറാൻ വർഷിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറുവശത്ത് ഇസ്രായേൽ കടുത്ത ആക്രമണമാണ് ഇറാനിൽ നടത്തിയിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നേരെ തന്നെയാണ്, വാർത്താ ചാനലിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 തത്സമയം വാർത്ത അവതരിപ്പിക്കുന്നതിനിടയിലേക്ക് ആ കെട്ടിടത്തിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടാവുകയായിരുന്നു. വാർത്താ അവതാരക ഭയന്ന് ഓടുന്നതും അവിടെ സ്ഫോടന ശബ്ദവും നിലവിളിയും ഒക്കെ കേൾക്കാമായിരുന്നു. വലിയ അത്യാഹിതം സംഭവിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വാർത്താവതാരക തന്നെ ഈ വിശദീകരണവുമായി രംഗത്തെത്തുകയും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എല്ലാത്തരം ആക്രമണങ്ങളെയും നേരിടാൻ എൻ്റെ രാജ്യം ഒരുക്കമാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. ഇസ്രായേൽ ഇറാനിലെ ഒരു ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇസഫാൻ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. അതിന് പിന്നാലെ തന്നെ ഇറാനിലെ സൈനിക താവളങ്ങൾ, വ്യോമത്താവളവും ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറയുന്നു. ഇസ്രായേലിലും ഇറാനിലും ഒരുപോലെ തന്നെ പേടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടും സ്വീകരിച്ച രംഗത്ത് നിലനിൽക്കുന്നു. എന്തെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ അവസാനത്തോടു കൂടി മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറിച്ച് ഇറാനും തിരിച്ച് അതേ നിലപാടിൽ തന്നെയാണുള്ളത്. ടെല്ലവീവിൽ നിന്ന് പരമാവധി ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതായത് ഇരു രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചോ ഉള്ള ആക്രമണത്തിന് ഇരു രാജ്യങ്ങളും കോപ്പുകൂട്ടുന്നുണ്ട്. വിവിധ ചേരികളിലായി ലോകരാഷ്ട്രങ്ങൾ നിലയുറപ്പിക്കുമെന്ന സാധ്യതയുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ആകാംക്ഷയുണ്ടായിരുന്നു. അതിൽ ഏറെക്കുറെ ഒരു നിലപാട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. G7 ഉച്ചകോടിയിൽ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ടൊരു നിലപാട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടില്ല. ഇറാന് അമേരിക്ക ഇതിൻ്റെ കൂടെ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറായി ഈ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നു. അല്ലെങ്കിൽ ഇറാൻ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. അനുസര.
ഇടപെടില്ലെന്ന് അമേരിക്ക പറയുമ്പോൾ നെതന്യാഹുവിന്റെ ലക്ഷ്യം ഭരണ അട്ടിമറി, ഇറാനിലെ ഭരണ അട്ടിമറി എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെയുണ്ടാകുന്ന പോരടിക്കൽ, അല്ലേ? തീർച്ചയായും മനസ്സില അങ്ങനെ തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇസ്രയേൽ ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുന്നത്, ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു. അത് വലിയ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്തിന്, അമേരിക്കയ്ക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടത്. 9 ആണവ ശാസ്ത്രജ്ഞർ, അവരുടെ സൈനിക മേധാവിമാർ തുടങ്ങിയവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആദ്യം ആക്രമണം നടത്തുന്നത്. അങ്ങനെ വലിയ കനത്ത നാശനഷ്ടം തന്നെ ഇറാൻ സംഭവിക്കുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണം അധികം മണിക്കൂറുകൾ വൈകാതെ തന്നെ ഉണ്ടായി. ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിൽ, ടെലവീവിലടക്കം പല ഭാഗങ്ങളിലും ഇറാൻ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. ഇത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന സ്ഥിതിയാണുള്ളത്. ഈ 3-ാം ദിവസവും ഈ യുദ്ധത്തിന്, ഈ സംഘർഷത്തിന് യാതൊരു അയവുമില്ല എന്ന ഉറപ്പാണ്. എന്ത് തരത്തിലുള്ള ആക്രമണമാണ് ഇനി വരുന്ന മണിക്കൂറിൽ ഉണ്ടാവുകയെന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് വ്യോമ പ്രതിരോധ മേഖല അല്ലെങ്കിൽ വ്യോമ മേഖലയിലാണ് കൂടുതൽ ഇറാനെ അപേക്ഷിച്ച് കൂടുതൽ കരുത്തുള്ളത്. ആ മേഖല പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ ചർച്ചകൾക്ക് യാതൊരു സാധ്യതകളും നിലവിൽ കാണുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളടക്കം ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുമ്പോഴും ഇരു രാജ്യങ്ങളും പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഒരു വശത്ത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനൽ നേരെ ആക്രമണം നടത്തുമ്പോൾ മറുവശത്ത് 2 ചാനലുകൾ, ചാനൽ 12, ചാനൽ 14 തുടങ്ങിയ 2 ചാനലുകൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അങ്ങനെ ഒരു തലത്തിലും മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള യുദ്ധ സാഹചര്യങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നുവെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ, ഈ രാത്രി എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. എന്ത് തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും പോകുമെന്ന ആശങ്കയുണ്ട്. അത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, അവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയ്ക്കുള്ള സാധ്യതകളുണ്ട്. ഇത് വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ സംഘർഷം തുടർന്നു കഴിഞ്ഞാൽ അത് എണ്ണവിലയിലും സ്വർണ്ണവിലയിലും ഒക്കെ വലിയ രീതിയിൽ പ്രതിഫലിക്കും. അത് ഉപജീവന മാർഗങ്ങളെ അടക്കം പ്രതിഫലിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അനശ്വര.